നമസ്കാരം സുഹൃത്തുക്കളെ, എന്നൊരു ഹോം ടൂർ കേട്ടോ. ഞങ്ങൾ ചെറിയൊരു വർക്ക് ചെയ്തൊരു വീടിൻ്റെ ഒരു ഹോം ടൂറാണ്. അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടിയായിട്ടൊന്ന് വന്നത്. അത് ഞങ്ങളുടെ നാട്ടിൽ തന്നെ കേട്ടോ. ഞങ്ങളുടെ നാട്ടിൽ ചെനക്കലങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് അൻവർ എന്ന് പറഞ്ഞ ആളൊരു വീടാണ്. നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു വീടാണ്. കുറച്ച് വെറൈറ്റികളുണ്ട്, ഒരുപാട് വെറൈറ്റികളുണ്ട് ഈ ഒരു വീട്. അതുകൊണ്ടാണ് ഈ ഒരു വീട് നിങ്ങൾക്ക് കാണിച്ചു തരാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഒരു വെറൈറ്റി എന്ന് പറയുമ്പോൾ ഈ ഒരു പോർച്ച് തന്നെയാണ്. ഈ ഒരു പോർച്ചിൻ്റെ ഒരു ഫോട്ടോ നമ്മൾ ഫേസ്ബുക്കിൽ അപ്ലോഡ് ചെയ്ത സമയത്ത് ഒരുപാട് ആൾക്കാർ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നി ഈ ഒരു പോർച്ച്. അപ്പോൾ ചോദിച്ചാൽ വീട് എങ്ങനെയുണ്ട് പുറത്തുനിന്ന് കാണാൻ? രസമല്ലേ? അപ്പോൾ നമ്മൾ അന്നേ ഇതിൻ്റെ വർക്ക് ചെയ്യണ സമയത്ത്, ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്ക് ചെയ്യണ സമയത്ത് ചെറിയൊരു ഷോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് കല്ല് ഇതുപോലെ ഡിസൈൻ ചെയ്യണ സമയത്ത് ഇത് ടെക്സ്ചർ പെയിൻ്റ് ആണ്. ഞങ്ങളുടെ നാട്ടിലുള്ള ലത്തീഫ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ പെയിൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇതാ ഈ ഒരു മതിലിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ഈ ഭാഗത്തൊക്കെ അത്യാവശ്യം നല്ല മുറ്റം സൗകര്യം വരുന്നുണ്ട്. അവിടെ ഒരു ഊഞ്ഞാൽ വരുന്നുണ്ട്. പിന്നെ ഈ ഒരു വീടിൻ്റെ ഈ ഒരു സൈഡിലാണ് കിണർ വരുന്നത്. ഇട്ടൊരു വെറൈറ്റി ആക്കി മാറ്റിയിട്ട് ഒരു നല്ലൊരു ഭംഗിയാക്കി വെച്ചിട്ടുണ്ട്. ഫുള്ള് ഗ്രില്ലൊക്കെ ചെയ്തിട്ടുണ്ട്. ഇവിടെയൊക്കെ ഗാർഡൻ്റെ വർക്കും കൂടി ചെയ്താൽ കുറച്ചും കൂടി ഒരു വെറൈറ്റി ആയിട്ടോ. മുന്നിൽ ഹാൻഡ് വാഷ് ഏരിയ അവിടെ വരുന്നുണ്ട് മുന്നിൽ തന്നെ. അതേപോലെ തന്നെ ഈ ഒരു ടൈലിനെ പറ്റി കുറേ അന്വേഷണം വന്നിട്ടുണ്ടായിരുന്നു. ഫൗണ്ടേഷന് ഇതിൻ്റെ തറക്കി ചെയ്തിട്ടുള്ള ഈ ഒരു ടൈല് ഇതൊരു 3D ലുക്കാണ് വരുന്നത്. സംഭവം അത് സെറ്റല്ല പക്ഷേ ഇത് എവിടെയും കണ്ടില്ലല്ലോ അങ്ങനത്തെ സംഭവം. അതായത് മുകളിൽ ഒരു ഗ്രാനൈറ്റിൻ്റെ പീസ് ഒട്ടിച്ചിട്ട് നല്ല സെറ്റാക്കിയിട്ടുണ്ട്. ഇതിന് ഒരു വൈറ്റ് ബോർഡർ ഉണ്ടല്ലോ അതിൻ്റെ സെൻറ്ററിൽ വരുന്നത്, അതും കൂടി വന്നപ്പോൾ ആ ഒരു മുകളിലത്തെ ആ ഒരു ബോർഡർ നല്ല എടുത്ത് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഇവിടെ മൊത്തമായിട്ട് ഈ ഒരു ടൈലാണ് ഒട്ടിച്ചത്. ഈ ഒരു ടൈല് നമ്മളെ അടുത്തുണ്ട് കേട്ടോ. സംഭവം ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഇത് നമ്മളെ ഒരു സുഹൃത്തിൻ്റെ അടുത്തുണ്ട്. പിന്നെ ഇതാ വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് കയറുന്ന സമയത്ത് ഇതാണ് വീടിൻ്റെ മെയിൻ എൻട്രൻസ് പറയുമ്പോൾ ഇതാണ്. ഇതാ ഈ ഒരു ഗേറ്റ്, ഇത് ഒരു വെറൈറ്റി മോഡൽ അല്ല, ഇത് എവിടെയും അങ്ങനെ കാണാത്ത ഒരു നേക്ക സംഭവം അല്ലേ. അപ്പോൾ ഇതെന്താ അറിയോ, ഇതിങ്ങനെ വെക്കുന്ന സമയത്തേ നമുക്ക് എന്തെങ്കിലും നായ്ക്കളൊക്കെ കയറാതെ അടച്ചിടാൻ പറ്റും. വീടിൻ്റെ സിറ്റ് ഔട്ടിലേക്ക് നായ്ക്കൾ അതെ നായ്ക്കൾ വന്ന് കയറാതെക്കാനൊക്കെ നല്ലൊരു സംഭവമാണ്. അതായത് ഇവിടെയൊക്കെ അടവാണല്ലോ, ഇവിടെയൊക്കെ സിറ്റ് ഔട്ടിൻ്റെ ചെറിയ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സെറ്റപ്പും കാര്യങ്ങളൊക്കെ വരും. ഇതിലൂടെയാണ് നമ്മൾ മുന്നിലേക്ക് കയറുക. ഇവിടെ നല്ല ഭംഗിയിൽ തന്നെ ഒരു ഗേറ്റോടെ വെച്ചിട്ടുണ്ട്. സ്റ്റെപ്പാണെങ്കിലും ഹൈറ്റ് കുറഞ്ഞിട്ട് 6 ഇഞ്ച് ഹൈറ്റേ വരുന്നുള്ളൂ. 1 2 3 4 5-ാമത്തേതാണ് മുകളിലേക്ക് കയറുന്നത്. അപ്പോൾ ആ രീതിയിൽ ഇതൊക്കെ മരത്തിൻ്റെ പാനൽ ചെയ്തിട്ടോ. സിറ്റ് ഔട്ടിൽ ഇത് ഫുള്ളായിട്ട് തേക്കൊണ്ടാണ് ഫുള്ളായിട്ട് ചെയ്തിട്ടുള്ളത്. വരെ തേക്കൊണ്ടാണ് ചെയ്തിട്ടുള്ളത്. ആ പേരൊക്കെ എഴുതിയത് മരത്തിലാട്ടോ. അപ്പോൾ അതേപോലെ തന്നെ ഇതിൻ്റെ സീലിംഗ് ഉണ്ടല്ലോ, സീലിംഗ് ജിപ്സം ചെയ്താണ്. ഈ ജിപ്സത്തിൻ്റെ സീലിങ്ങിൽ മരത്തിൻ്റെ പെയിൻറ്റ് അടിച്ചിട്ട് ഇത് അന്ന് നമ്മൾ ചെറിയൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതിൻ്റെ വർക്ക് ചെയ്തത് ആരാണ്, അവരെ നമ്പർ കിട്ടുമോ. അപ്പോൾ ലത്തീഫ് എന്ന് പറഞ്ഞ ആളാണ് ഇതിൻ്റെ പെയിൻറ്റിങ്ങിൻ്റെ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ നമ്പർ ഞാൻ ഈ ഒരു വീഡിയോൻ്റെ താഴെ വെക്കാം. ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം ഞങ്ങൾ ഈ ഒരു ഭാഗത്തൊക്കെ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പോൾ നല്ലൊരു വർക്കാണ്, നല്ല പെയിൻറ്റിൻ്റെ വർക്കൊക്കെ നല്ലൊരു വർക്കാണ്. ശരിക്കും മരത്തിൻ്റെ ആ ഒരു ലുക്കാണ് കെട്ടിയിട്ടുണ്ട്. ഇത് ചിലവ് കുറഞ്ഞ രീതിയിൽ ഈ സീലിങ്ങും മരാക്കി മാറ്റിയിട്ടുണ്ട്. അപ്പം ആ രീതിയിൽ നമുക്ക് ഈ ഒരു സ്റ്റെപ്പ് കയറിയിട്ടേ ഉള്ളിലേക്ക് കയറില്ലേ. അപ്പം നിങ്ങൾ ജസ്റ്റ് ഈ ഒരു വീട് കാണാൻ വേണ്ടി ഞങ്ങൾ രണ്ടാളും കൂടി വന്ന് ഞങ്ങളൊന്ന് കാണുന്നത് നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് ഞങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ നിലത്ത് മറ്റേ കട്നി മാർബിളാണ്. മുന്നിൽ തന്നെ 2 ചെയർ, മരത്തിൻ്റെ 2 ചെയർ ഇവിടെ ഇട്ടിട്ടുണ്ട്. ഹാൻഡിലൊക്കെ നല്ല മരത്തിൻ്റെ ആയിട്ട് തന്നെ വരുന്നുണ്ട്. നല്ല തേക്കിൻ്റെ നല്ല സൂപ്പർ ഡോറ്. അപ്പോൾ നമുക്ക് ഡോറ് തുറന്നിട്ട് ഉള്ളിലേക്ക് കിടക്കട്ടോ. ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ ഇതാ നല്ല ലൈറ്റ് കളറ്, നല്ല ലൈറ്റായിട്ടുള്ള കുത്തണ കളറുകളൊന്നുമില്ല. കയറി വരുമ്പോൾ തന്നെ ഇതാ മുന്നിൽ ഒരു സ്റ്റെയർ, മുകളിലോട്ടുള്ള സ്റ്റെയർ ഈ ഒരു ഭാഗത്താണ് വരുന്നത്. ഇവിടെ ഒരു ലിവിങ് റൂം, ഇവിടെ ഒരു ഡൈനിങ് ഏരിയ, ഡൈനിങ് ടേബിൾ ഇവിടെ വെച്ചിട്ടുണ്ട്. ഇതാണ് പിന്നെ വേറൊരു വെറൈറ്റി ഹാൻഡ് വാഷ് ഏരിയ, നല്ല അടിപൊളി. ഇതും ടെക്സ്ചർ പെയിൻ്റ് ആണ്. ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സെറ്റില്ലേ, അവിടെ ഒരു ഹാൻഡ് വാഷ്, ഒരു മിററ്, ചെറിയൊരു പിക്ചർ. ഇത് 2 ബെഡ്റൂം. അപ്പോൾ നമ്മൾ അൻവറിന് ക്യാമറയ്ക്ക് മുന്നിൽ വരാൻ അവരുടെ ബാക്കിലുണ്ട് കേട്ടോ. നമുക്ക് കാര്യങ്ങളൊക്കെ അവരോട് ഇങ്ങനെ ചോദിക്കാം. അവർ ബെഡ്റൂമിൽ കയറുന്ന സമയത്ത് അത്യാവശ്യം ഫുള്ളൊരു ലൈറ്റ് കളറാട്ടോ, നല്ല അടിപൊളി കളറാണ്. കളർ ടോൺ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഒരു ബെഡ്റൂം. അറ്റാച്ച്ഡ് വാർഡ്രോബൊക്കെ ഇതാ ഈ രീതിയിൽ. ഈ ഒരു ഏരിയ എന്നാണ്. അവിടെ അപ്പുറമല്ലേ ബെഡ്റൂം, അവിടെയാണ് ബെഡ്റൂം. ഇവിടെ ഒരു സ്പെഷ്യൽ സംഭവം ഉണ്ട്. ഇവിടെ ചെറിയൊരു സെപ്പറേഷൻ ചെയ്തിട്ട് മറ്റേ ഇത് നിസ്കാര റൂമാണ്. ഈ ഒരു ഭാഗം നിസ്കാര റൂം. അപ്പോൾ അത് കാല് കഴുകണൊരു സംഭവം, ഇപ്പോൾ കാല് ഉരച്ച് കഴുകുന്ന ഒരു സംഭവം ഇവിടെ ഉണ്ട്. കാല് കഴുകി വൃത്തിയാക്കിയിട്ടാണ് നിസ്കരിക്കാൻ പോകേണ്ടതെന്നാണ് വരുന്നത്. അപ്പോൾ ഇതാണ് നിസ്കാര റൂം. ഓക്കെ, സെറ്റ്. അപ്പോൾ അടുത്ത ബെഡ്റൂം, അതിൻ്റെ തൊട്ടടുത്ത് തന്നെ അടുത്തൊരു ബെഡ്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം അല്ലേ. അടിപൊളി. ഒക്കെ ഏകദേശം ഒരേ ഒരു കളർ ടോൺ ആണ് അല്ലേ. ചെറിയ കളർ ടോൺ, നല്ല അടിപൊളി, നല്ല ലക്ഷറിയസ് ആയിട്ട് തോന്നുന്നുണ്ട്.
ബെഡൊക്കെ നല്ല അത്യാവശ്യം നല്ല വലിപ്പത്തിൽ ചെറിയ സിമ്പിളാണ്. ഫുള്ള് ഇത് ടെസ്റ്റർ പെയിന്റ് ആണോ ഈ ഒരു ചുമര്? ഇത് വാൾപേപ്പർ ആണ് അല്ലേ? ഓ സൂപ്പർ. ഒരു ബാത്റൂം ഇവിടെ, വാർഡ്രോപ്പ് സെറ്റ് വാർഡ്രോപ്പ്. ഓക്കെ, വിൻഡോസ് അന്ന് അതിന്റെ കർട്ടനൊക്കെ പൊന്തിച്ച 2 കളിന്റെ 2 ജനൽ ഇവിടെ. അതെ, തുറന്നോ? വലിച്ചോ? യെസ്, ഇവിടുന്ന് ഊഞ്ഞാല കാണാൻ പറ്റൂട്ടോ ഈ ബെഡ്റൂമിൽ. ഇത് സ്റ്റീലല്ലേ? സ്റ്റീല്. സ്റ്റീല് മരമൊക്കെയാണ്, സ്റ്റീലൊക്കെ തേക്കാക്കിയതാണ്. ഇത് മാത്രമാണ്. പ്ലാവ് തേക്കാക്കിയതാണ് അല്ലേ? അപ്പോൾ പെയിന്റ് അടിച്ചിട്ട് തേക്കാക്കി മാറ്റിയതാണ്. ഇതൊക്കെ പെയിന്റിങ് കേട്ടോ. അപ്പോൾ ഫുള്ള് ഒരേ മരം തന്നെ ആയിക്കോട്ടെ വെച്ചിട്ടേ. ഇതാ ഇവിടെ ഒരു മിറർ ഉണ്ട് കേട്ടോ, സംഭവം സെറ്റ് മിറർ. സൂപ്പർ. അത് താത്തിക്കള. വാതിലൊക്കെ ഉണ്ടല്ലോ, വാതില് ഇത് സ്റ്റീലാണ് കേട്ടോ, സ്റ്റീലിന്റെ ഫ്രെയിമാണ് വരുന്നത്. ഇതേ മരത്തിന്റെ ഇതേ ഡിസൈൻ ആക്കി മാറ്റിയത് നല്ലൊരു കഴിവാട്ടോ. ഇത് മരമാണ്, പൊളി വരുന്നത് മരമാണ്, തേക്കാണ്. ഈ തേക്കിന്റെ അതേ മോഡൽ തന്നെ ഈ സ്റ്റീലിന്റെ ഫ്രെയിം ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരൊറ്റ നോട്ടത്തിൽ 2 മരമായിട്ട് തന്നെ നമുക്ക് കാണുള്ളൂ. അത് പെയിന്റിങ്ങിന്റെ മികവാണ്. ഓക്കെ, ഇത് അതേപോലെ തന്നെ. ബെഡ്റൂമിൽ നിന്ന് നേരെ നമ്മൾ കിച്ചണിലേക്കാണ് പോകുന്നത്. ബെഡ്റൂം നേരെ കിച്ചണിലേക്ക്. കിച്ചൺ നല്ല അടിപൊളി കിച്ചൺ അല്ലേ? സ്റ്റോർ റൂമാണ്. നല്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട്, ഇത് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർക്ക് ഫാമിലി ആയിട്ട് പെട്ടെന്നൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നല്ലൊരു അത്യാവശ്യം നല്ല ക്യൂട്ട് ഡൈനിങ് ടേബിൾ ഉണ്ട്. വേറെ വാഷ് ഏരിയ ഉണ്ട്, ഒരു വാഷ് ഏരിയ. കൈ കഴുകിയിട്ട് ഇവിടെ തന്നെ ഭക്ഷണം കഴിക്കട്ടോ. അപ്പം ഇവിടെ ഒരു സിങ്ക് വേറെ ഉണ്ട്. ഏത് ഇത് വാവ് സൂപ്പർ. ഇതൊക്കെ അലുമിനിയം ആണോ എന്ത് സംഭവം? ഗ്ലാസ് അലുമിനിയം കൂടി അല്ലേ? ഓക്കെ, ഗ്യാസ് ഇതാ വരുന്നത്. ഗ്യാസിന്റെ ചിമ്മിനി ഉണ്ട്. ഓണാക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് വരും. ഓ, അപ്പോൾ പാചകം ചെയ്യാനുള്ള സ്പൂണും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ വരും. ആരോ തുറക്ക്. മുകളിലത്തെ തുറന്നാ, മുകളിലത്തത് ഇത് തുറന്നാ, ഇതെന്ന് പറഞ്ഞാ കത്തി സ്പൂണ് കാര്യങ്ങളൊക്കെ നേരെ അതിൻ്റെ അടിയിൽ. ഇതെന്താ സൗണ്ട്? ഷിമിജിൻ്റെ സൗണ്ട് അല്ലേ? ഫാന് വർക്ക് ചെയ്യണ്ടേ? ടച്ച് സ്ക്രീൻ ആണ് അല്ലേ? മീൻ വറുത്ത മണം, മറ്റേ പൊരിച്ചും കഴിച്ച മണമൊക്കെ വരാതൊക്കെ വേണ്ടിയിട്ടുള്ളതാണത്. ഓക്കെ, ഫുള്ള്. ഇത് പ്ലേറ്റാ? വെറൈറ്റി മോഡലുള്ളോ? ഒക്കെ സ്റ്റോറേജ് ഏരിയ, ഇതിലൊക്കെ സ്റ്റോർ ചെയ്തിട്ട് സാധനങ്ങൾ. അതൊക്കെ തുറന്ന് പുറത്തേക്ക് ഇട്ടാലും ഇവിടെ നിന്ന് അറിയില്ലേ? അതൊക്കെ തുറന്നാ, ജസ്റ്റ് ഒന്ന് കാണാലോ. അതെ, പാത്രങ്ങൾ വല്ലാതെ ഇതൊന്നും ഡെയിലി യൂസ് ആയിട്ട് ഉപയോഗിക്കുന്ന സാധനങ്ങളല്ല അല്ലേ? അത് വർക്ക് ഏരിയയിലാവും. അത് വർക്ക് ഏരിയയിലാണ്. ഇതിങ്ങനെ ഷോക്കി എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ. ഇത് ഗ്ലാസ് ഒക്കെ വെറൈറ്റി ഉള്ളല്ലേ? ശരി, ഡിസ്പ്ലേ അല്ലേ? ഓക്കെ. CCTV ഇവിടെ വരുന്നുണ്ടല്ലേ അൻവറെ? മൊത്തം ഇവിടുന്ന് കാണാൻ പറ്റും. മുന്നിൽ ആരെങ്കിലും മുന്നിലോ വീട്ടിലോ എവിടെയെങ്കിലുമൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അടുക്കളയിൽ തന്നെ നമുക്ക് കാണാൻ പറ്റുന്ന രീതിയിലൊരു CCTV ഡിസ്പ്ലേ അവിടെ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി വർക്ക് ഏരിയയ്ക്കാ? അപ്പോൾ വർക്ക് ഏരിയയിലാണ് ഇനി വർക്കൊക്കെ നടക്കുന്നത്. ഇവിടെയാണ്. ഇവിടെ സാധാരണ അടുപ്പും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് വരുന്നത്. ഇത് നമ്മുടെ സാധാരണ പുകയില്ലാത്ത അടുപ്പ്, ഗ്യാസിന്റെ അടുപ്പ്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിട്ടൊരു ഇവിടെ ഉണ്ടല്ലേ? ഇതിങ്ങനെ യൂസ് ചെയ്യുമ്പോൾ മാത്രം ഇതിങ്ങനെ പൊന്തിച്ച് വെക്കാന്നുള്ള. അങ്ങനെയാണോ? അതെ, ഉറപ്പല്ലേ? അത് ശരി. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മടക്കി അവിടെ വെക്കല്ലേ? സ്ഥല സൗകര്യം ഉണ്ടാവും. ഓക്കെ. അപ്പോൾ ഇവിടെ വേറൊരു ടൈലാണ് ഒട്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ ഗ്രാനൈറ്റ് തന്നെ. നല്ല വലിയൊരു സിങ്ക് ഇവിടെ ഉണ്ട്. വാഷിംഗ് മെഷീൻ ഇവിടെ ഉണ്ട്. ഒക്കെ വർക്ക് ഏരിയയിലാണ്. അപ്പോൾ വർക്ക് ഏരിയയിലെ ഡോർ കൂടി ഒന്ന് തുറന്ന് പുറത്തേക്ക് ഒന്ന്. ഇതാണ് ഈ വീടിൻ്റെ ബാക്ക് സൈഡ് വരുന്നത്. ഇവിടെ വേറെ ഒരു സംഭവം ഉണ്ട്. തുണി അലക്കണ പുതിയ മോഡൽ, തുണി അലക്കാനുള്ള പുതിയ മോഡൽ ഒരു വാഷിംഗ് മെഷീൻ ഇവിടെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഇതിൽ തുണിയൊക്കെ പുതർത്തിയിട്ട് ഈ ഒരു കല്ലിൽ വെച്ചിട്ട് അലക്കുക. അതാണ് പരിപാടി. ഓക്കെ. ഇവിടെ ഒരു ബാത്റൂം വരുന്നുണ്ട്. ഓക്കെ. ഈ തെങ്ങ് ഇവിടെ അൻവറ, ഈ ഒരു തെങ്ങ് ഇവിടെ നിർത്തിയില്ലേ? ഓണത്തോളം പോട്ടെ. സംഭവം തുണി, ചെറിയ സംഭവങ്ങളൊക്കെ തുണി അലക്കിയിട്ട് അവിടെ തന്നെ ചിക്കിടാനുള്ളൊരു സംഭവം ചെറുതായിട്ട് ചെയ്തിട്ടുണ്ടല്ലേ?
ഉണക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ ഇത്രയും ഗ്യാസ് ഇവിടെ ബാക്കിൽ ഇത്രയും സ്ഥലങ്ങളുണ്ട്. സിമെന്റിന്റെ കട്ടയാണ് ഇവിടെ പതിച്ചിട്ടുള്ളത്. മുന്നിൽ ബാക്കിയുള്ള ഏരിയ മൊത്തമായിട്ട് ബാംഗ്ലൂർ സ്റ്റോൺ ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് സ്റ്റോറേജ് ഏരിയ ഉണ്ട്. അടിയിലും സ്റ്റോർ ചെയ്യാം കേട്ടോ. സാധാരണ ഉപയോഗിക്കുന്ന പാത്രങ്ങളൊക്കെ ഈ ഒരു വർക്ക് ഏരിയയിലാവും ഉണ്ടാവുക. മറ്റേത് അടുക്കളയിലുള്ളത് അത്യാവശ്യം ഉണ്ടാവുന്ന സമയത്ത് ഒരു ഡിസ്പ്ലേ മോഡലാണ് ഉണ്ടാവുക. ഗ്യാസ് ഇവിടെ ഉള്ളിലും വേറെ ഉണ്ട് അല്ലേ? അപ്പുറത്ത് 2 കുറ്റി പുറപ്പെ ഈ അടുക്കളയ്ക്ക് വേണ്ടിയിട്ടുള്ള 2 കുറ്റി പുറത്തുണ്ട്. കൂടാതെ ഇവിടെ ഒരു കുറ്റി ഉണ്ട്. ഇത് കത്തിക്കലുണ്ട് അൻവറേ? കുറവല്ലേ? വർക്ക് ഏരിയ എന്ന് പറയുമ്പോൾ ഈ ഒരു വീടിന്റെ സെൻസൈഡാണ് ഈ ഒരു കാണുന്നത്. ഈ ഒരു ബാക്കിലെ സെൻസൈഡ്. അതിന് മുകളിൽ എക്സ്ട്രാ ഇവിടെ ഡ്രസ് വർക്ക് ചെയ്ത് കുറച്ച് ഷീറ്റ് ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ഒരു പരിപാടി. അതിൻ്റെ ഒരു എക്സോസ്റ്റ് ഫാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. ഡെയിലി യൂസിന് സിമ്പിളായിട്ട് ഉപയോഗിക്കുന്ന ഒരു നല്ലൊരു വർക്ക് ഏരിയ. തിരിച്ച് മെയിൻ അടുക്കളയ്ക്ക് തന്നെ കയറാം അല്ലേ? ഓ സൂപ്പർ. ഓരോ സ്റ്റെപ്പ് കയറുന്നതനുസരിച്ച് ലൈറ്റ് ഇങ്ങനെ മിന്നി തെളിയുന്നതാണ്. അപ്പോൾ നമുക്ക് മുകളിലേക്ക് കയറാം. ഹാൻഡ് റെയിൽ ഇതാ നല്ല സൂപ്പ് മരത്തിൻ്റെ. ഇത് കരിവാഗല്ലേ അൻവറ? ഹാൻഡ് റെയിൽ അതേപോലെ തന്നെ കരിവാഗയും ഗ്ലാസും കൂടി വെച്ചിട്ട് നല്ല മരത്തിൻ്റെ ലുക്കാക്കി മാറ്റിയിട്ടുണ്ട്. ഈ ഒരു ചുമരുണ്ടല്ലോ, അത് ടെസ്റ്ററാട്ടോ. അത് ലത്തീഫിൻ്റെ വർക്കാണേ. ടെസ്റ്റർ വർക്ക് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. നമ്മളിവിടെ കയറുമ്പോൾ ഈ ഒരു ലാൻഡിങ് അത്യാവശ്യം നല്ല വലിയൊരു ലാൻഡിങ്ങിനാണ്. ഇവിടെ ഒരു നല്ലൊരു വിൻഡോ കൊടുത്ത് വിൻഡോ ഫുൾ ഗ്ലാസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചൊക്കെ. കാറ്റ് നല്ല രീതിയിൽ കാറ്റല്ല വെളിച്ചം വരും. സോറി കേട്ടോ. വെളിച്ചം നല്ല രീതിയിൽ തന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി വരുന്നതാണ് സംഭവം. ഈ ടെസ്റ്റർ ഈ ഒരു വാൾ എങ്ങനെയുണ്ട് സംഭവം? സെറ്റായില്ലേ? ഫുള്ള് ടെസ്റ്റർ ചെയ്തിട്ട് ഇങ്ങനെ കുറേ ഗോൾഡൻ വരകളൊക്കെ ഇട്ട സമയത്ത് ഒക്കെ ലത്തീഫിൻ്റെ വർക്കാണ്. ഇവിടെ ഒരു നല്ലൊരു പോട്ട്. സൂപ്പർ. ലൈറ്റിൻ്റെ സംവിധാനങ്ങൾ അടിപൊളിയാണ്. ലൈറ്റ് ഇതുവരെ മുകളിൽ വരെ കത്തുട്ടോ. സെറ്റായിട്ട് കത്തും. മുകളിലും വണ്ടർ തന്നെ, കട്നി വണ്ടർ. ഇതിൻ്റെ ഇൻറ്റീരിയലൊക്കെ മുകളിലെ ഇൻറ്റീരിയലൊക്കെ ഇതൊക്കെ ജിപ്സത്തിന് ചെയ്തിട്ട് മരത്തിൻ്റെ മോഡലാക്കി വെച്ചാൽ കേട്ടോ. അടിപൊളിയായിട്ട്. മുകളിൽ കയറുന്ന സമയത്ത് തന്നെ സോഫ അല്ലേ? ഇരിക്കാൻ പോവാ അല്ലേ? ക്ഷീണിച്ചോ? ഒക്കെ ഒരു ബേ വിൻഡോ. ഇവിടെ ഇരുന്നിട്ട് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. ജനലിൻ്റെ അടുത്ത് ഇങ്ങനെ വന്ന് ഇരിക്കാൻ നല്ലൊരു രസമാണ്. അപ്പോൾ അവിടേക്ക് അപ്പുറത്തേക്ക് ആ റോഡ് മിക്കലൊക്കെ കാണാൻ പറ്റും അല്ലേ? അവിടെ ഇരുന്ന കുറച്ചു നേരം. ഓക്കെ. ഒരു സോഫ. ഈ സോഫയിൽ ഇരുന്നാലേ നമുക്ക് ടി വി അവിടെയാണ് വരുന്നത്. ഈ സോഫയിൽ ഇരുന്ന് നമുക്ക് ടി വി കാണാൻ പറ്റും കേട്ടോ. 2 ബെഡ്റൂമിനാണ്. ഒരു ബെഡ്റൂം ഇതാ ആ ഒരു ഭാഗത്ത് വരുമ്പോൾ ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. കയറി ബാൽക്കണീൻ്റെ ഉള്ളിൽ കയറി അപ്പുറത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണുക. ഇവിടെയും ഇതാണ് ശരിക്കും ഇതിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ ഇവിടെ ഒരു ബാൽക്കണി കൊടുത്തത്. ഇതിൻ്റെ നേരെ താഴെയാണ് സിറ്റ് ഔട്ട് വരുന്നത്. മുകളിലത്തെ മാസ്റ്റർ ബെഡ്റൂം ഇതായിരിക്കും. അത്യാവശ്യം നല്ല സൗകര്യം ഉണ്ടല്ലോ ബാത്റൂമൊക്കെ. അടുത്ത ബെഡ്റൂം പറയുമ്പോൾ അതാണ്. എൻ്റെ പേരെന്താ? പേര് പറഞ്ഞാ? കുറവാണ്. സംഭവം നല്ല നീറ്റാണ്. നല്ല മാർബിൾ നല്ല രസമായിരുന്നു കേട്ടോ. ഇത് 3000 സ്ക്വയർ ഫീറ്റിന്റെ എടുത്തിട്ടുണ്ട് കേട്ടോ. വീട് 2000 അല്ല 3000 സ്ക്വയർ ഫീറ്റിന്റെ അടുത്ത് വരുന്നുണ്ട്. കുഞ്ഞാലെ സെറ്റല്ലേ? അവിടെ ഇരുന്ന് ആടിക്കോ. സൈഡിൽ നിന്ന് ഈ ഒരു വീട് ഈ ഒരു ലുക്കിലാണ് വരുന്നത്. അപ്പോൾ ഇവിടെ ഒരു റോഡ്, ഈ ഒരു വീട്ടിലേക്കുള്ള ഒരു റോഡ് ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ വരുന്നതുകൊണ്ട് തന്നെ ഇതും ഒരു എന്താ പറയുക നല്ലൊരു വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഒരു ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ ഒരു ബാൽക്കണി, മുകളിലൊരു ബാൽക്കണിയൊക്കെ വരുന്നുണ്ട്. വിൻഡോസൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളിയായിട്ട് തന്നെ നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. മരമാണിത്, മൊത്തമായിട്ട് മരമാണ്. പ്ലാവിലാണ് ചെയ്തിട്ടുള്ളത്. പ്ലാവ് പെയിൻ്റ് അടിച്ചിട്ട് ഒരു തേക്ക് മോഡലാക്കി മാറ്റിയതാണ്. ഒരേ രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ആ മാർബിളിൻ്റെ ആ ടൈല്, ആ മാർബിൾ അതിൻ്റെ മുകളിലൊരു ബോർഡറായിട്ട് ചെയ്ത സമയത്ത് തറ ഒരു വേറൊരു ലുക്കായിട്ടുണ്ട്. സംഭവം മൊത്തത്തിൽ നല്ലൊരു വൃത്തിയിലായിട്ടുണ്ട് അല്ലേ വീട്. ഇതിൻ്റെ വർക്കും നല്ല നന്നായിട്ടുണ്ട്. മൊത്തമായിട്ട് ഇതിൻ്റെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ചെയ്തിട്ടുണ്ട്. സംഭവം ഇഷ്ടപ്പെട്ടില്ലേ? അതാ പറഞ്ഞത്. നമ്മളപ്പം വന്നാലേ ഇതുപോലത്തെ നല്ല നല്ല വീടുകളൊക്കെ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് താഴത്തേക്ക് ഇതാ ഈ രീതിയിലാണ് കാണാൻ. സൂപ്പർ. വീട് ഇഷ്ടപ്പെട്ടോ? സൂപ്പർ വീട് അല്ലേ? ഓക്കെ. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഈ ഒരു വീട് ഒന്ന് കാണാൻ വേണ്ടി വന്നതാണ്. ഞങ്ങൾ ഏതായാലും കാണാൻ വന്നപ്പോൾ നിങ്ങളും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു വീഡിയോ എടുത്തിട്ടുള്ളത്. ഓക്കെ, അടുത്തൊരു വീഡിയോയിൽ വരാം. ബൈ.